സോ നോക്കൂ ഫ്രണ്ട്സ്, നമ്മുടെ നല്ല കടലമാവ് ഒരു ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് ഇപ്പോൾ പിന്നെ കുക്കിന് വേഗമാവും അങ്ങനത്തെ ഒരു സൈഡ് ഡിഷ് ഞാൻ ഉണ്ടാക്കാൻ പോണേ. അതൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വേണം ബേസൻ. ഞാനിവിടെ കടലമാവ് എടുത്തിട്ടുണ്ട്. കടലമാവ് പിന്നെ ഇവിടെ ഞാൻ നൈസ് പേസ്റ്റ് ആയിട്ടുണ്ട്. നോക്കൂ, നൈസ് പേസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇടണം. അതൊക്കെ കുറച്ച് അങ്ങനെ നമുക്ക് ഗാർണിഷ് ചെയ്യണം. കൺസിസ്റ്റൻസി കാണിച്ചു തരാം. നമുക്ക് കുറച്ച് കട്ടിയായിട്ട് തന്നെയാണ്. കുറച്ച് നമുക്ക് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ. പിന്നെ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് പൂജ. സോ നിങ്ങളുടെ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഈ ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൻക്ക് പ്രസ് ചെയ്യൂ, ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഞാൻ തക്കാളി പിന്നെ നാളികേരം എടുത്തൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. സോ ഇപ്പോൾ ഇത് രാത്രിക്ക് കുറച്ചുള്ളൂ. സോ ഞാൻ വിചാരിക്കുന്നത് നമുക്കൊരു സൈഡ് ഡിഷ് ഉണ്ടാക്കാം. സൈഡ് ഡിഷ് പിന്നെ അത് കുറച്ച് ഈസിനെ പിന്നെ ക്വിക്കിന് വേഗമാവും അങ്ങനത്തെ ഒരു സൈഡ് ഡിഷ് ഞാൻ ഉണ്ടാക്കണേ പോനെ. സോ അതേ നമുക്ക് ഇന്ന് ഉണ്ടാക്കാം. പിന്നെ ഞാൻ കുല്ലി ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ അവിടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്, ചോറ് കൂടെ. സോ ഇപ്പോൾ നമുക്ക് കുറച്ച് സൈഡ് ഡിഷ് ഉണ്ടാക്കാം. സോ നമ്മുടെ ഡിന്നർ നല്ല സെറ്റാവും. ഇത് സൈഡ് ഡിഷിനാ. ഞാൻ കടലമാവ് ഉണ്ട് തന്നെ, നമ്മുടെ കടലമാവിന് ഇത് ഉണ്ടാക്കാം നമുക്ക്. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഇവിടെയും ഇത് കടി ഉണ്ടേന, കടി മാത്രമേ ഉണ്ട്, നോർത്ത് ഇന്ത്യൻ കടി ഉണ്ടേന, അതുപോലെ അത് ഇതിൻ്റെ ടേസ്റ്റാണ് ഇത് ചട്നിയുടെ. പിന്നെ കുറച്ച് നമുക്ക് ഭജ്ജിക്കൂടെ ഇത് നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ചട്നിയാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ ചോറ് കൂടി അങ്ങനെ വെറുതെ സൈഡ് ഡിഷായിട്ട് ചപ്പാത്തി കൂടെ ദോശ കൂടെ സൈഡ് ഡിഷായിട്ട് നമുക്കത് കഴിക്കാൻ പറ്റും. സോ അത് ഉണ്ടാക്കുന്നത് ഞാൻ എങ്ങനെ ഉണ്ടാക്കാം അത് ഷെയർ ചെയ്യും ഞാൻ. സോ നിങ്ങൾ ഫുൾ വീഡിയോ നോക്കൂ, പിന്നെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൻക്ക് പ്രസ് ചെയ്യുക, ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ല കാറ്റുണ്ട്, പിന്നെ കുറച്ച് ക്ലൗഡ്സ് ഒക്കെ ഉണ്ട്, കാർമേഘം ഒക്കെ കാണുന്നുണ്ട്. മരവേതു മരില്ല, ചൂടാണ് നല്ല, പക്ഷെ നല്ല കാറ്റുണ്ട്. ഇന്ന് പുറത്തിരിക്കുമ്പോൾ കുറച്ച് നല്ലതായിട്ട് തോന്നുന്നു. സോ ഇത് കടലമാവ് ചട്നിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്താ വേണം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് കുറച്ച് കരിയേപ്പില വേണം, പിന്നെ കുറച്ച് ഒരു മുളക് എടുത്തിട്ടുണ്ട് ഞാൻ, പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി വേണം നമുക്ക്, പിന്നെ കുറച്ച് മല്ലിയില. ഇത് നമുക്ക് കുറച്ച് നന്നാക്കിയിട്ട് എടുക്കാം, വാഷ് ചെയ്തിട്ട്. നമുക്ക് കുറച്ച് മല്ലിയില വേണം, മല്ലിയില. സോ ഞാൻ കുറച്ച് ഇത് നന്നാക്കിയിരിക്കുകയാണ്. ഇത് ഓപ്ഷണൽ ആണ്, പക്ഷേ കുറച്ച് ഇടുമ്പോൾ നമുക്ക് ടേസ്റ്റ് കിട്ടും നല്ല. അത് വേണ്ടിയിട്ട് ഞാൻ ഇത് ഇടുന്നു. കുറച്ച് നല്ല ഇല നോക്കിയിട്ട് നമുക്ക് എടുക്കണം. പിന്നെ എനിക്ക് മല്ലിയിലയുടെ മണം നല്ല ഇഷ്ടമാണ്. ഞാൻ ചെറുപ്പത്തിലേക്ക് മല്ലിയില ഞാൻ കഴിച്ചിട്ട് മീൻസ് ഖാത്ത നെയ്ത്ത കേസ് പോലെ കഴിച്ചിരുന്നില്ല. പക്ഷേ എന്താ പറയണേ, വലുതാവും ഞാൻ കുറച്ച് ഇത് കഴിക്കാൻ തുടങ്ങി. ഇത് എനിക്ക് കാണുമ്പോൾ ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിലേക്ക്. പക്ഷെ ഇപ്പൊ അല്ല, ഇപ്പൊ ഒന്നില്ല, ഞാൻ കഴിക്കുന്നു ഞാൻ. സോ ഇത് കുറച്ച് നമ്മൾ വൃത്തിയാക്കിയിട്ട് എടുത്തു, കുറച്ച് നന്നാക്കിയിട്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വേണം നമുക്ക്. ഇഞ്ചി കുറച്ച് എത്രയും മതി നമുക്ക്, ഒരു ഇഞ്ചി മതി. കുറച്ച് ഇത് കൂടി നന്നാക്കിയിട്ട് പിന്നെ വാഷ് ചെയ്തിട്ട് എടുക്കാം നമുക്ക് ഇതെല്ലാം. ഇത് ക്വിക്ക് റെസിപ്പിയാണ്, വേഗമാവും നമ്മുടെ ഇത് റെസിപ്പി. ഇത് ഞാൻ കുറച്ച് നന്നാക്കിയിട്ട് എടുത്ത് ഇത് ഇപ്പോൾ എല്ലാം നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം. സോ ഇതെല്ലാം നമുക്ക് നൈസായിട്ട് കുറച്ച് ഒരു പ്രാവശ്യം വാഷ് ചെയ്തിട്ട് എടുക്കണം. പെട്ടെന്ന് കുറച്ച് അങ്ങനെ മരം വേദം അങ്ങനത്തെ ആയി ഫ്രണ്ട്സ്. സോ നമ്മൾ കുറച്ച് തുണികൾ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് നമ്മൾ എടുത്തു വേഗമായിട്ട്. ഇപ്പോൾ ഇത് നമ്മൾ വാഷ് ചെയ്തു ഇഞ്ചി പച്ചമുളക് അത് കുറച്ച്. ഇപ്പോൾ ഇത് ഇഞ്ചിനാ കുറച്ച് നമുക്ക് ചെറിയ കഷ്ണം കട്ട് ചെയ്തിട്ട് വെക്കാം.
അങ്ങനെ ചെറിയ ചെറിയ കഷ്ണം കട്ട് ചെയ്തിട്ട് വെച്ചു ഞാൻ. പിന്നെ ഇത് പച്ചമുളക് ഉണ്ടെങ്കിൽ അത് കൂടി നമുക്ക് കുറച്ച് അങ്ങനെ ചെറിയ ചെറിയ കഷ്ണം വെക്കണം. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില ഉണ്ടെന അതിന്റെ ഇത് മോളുടെ ഭാഗം ഉണ്ടെന അതിന് കുറച്ച് വലിയ വലിയ സ്റ്റെം ഉണ്ടാവും, അത് നമുക്ക് ഇത് കൂടെ വെക്കണം. ഇഞ്ചി പച്ചമുളക് പിന്നെ പച്ചമുളക് കൂടെ. പിന്നെ ഇത് ഇല ഉണ്ടെന അത് കുറച്ച് നമുക്ക് നൈസ് കട്ട് ചെയ്തിട്ട് എടുക്കാം. ചെറിയ ചെറിയ കഷ്ണം കട്ട് ചെയ്യാം നമുക്ക്. അത് ഇവിടെ വെക്കാം സൈഡിൽ. സോ ഫ്രണ്ട്സ്, ഇത് ബേസൻ ചട്നി ഉണ്ടെന്നാ ഇതൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വേണം ബേസൻ. ഞാനിവിടെ കടലമാവ് എടുത്തിട്ടുണ്ട്. കടലമാവ് പിന്നെ ഇവിടെ ഞാൻ കുറച്ച് 3 സ്പൂൺ ഉണ്ടാവും തൈര് എടുത്തിട്ടുണ്ട് ഞാനിത് കുറച്ച്. ഇപ്പോൾ ഇത് തൈരിന നമുക്ക് ഇത് മിക്സി ജാറിലേക്ക് ഇടണം. സെയിം ക്വാണ്ടിറ്റി നമുക്ക് എടുക്കണം. എത്ര നമ്മൾ തൈര് എടുക്കുമെന്നാ എത്ര നമുക്ക് കടലമാവ് എടുക്കണം. സോ സെയിം ഇത്രയും ഞാൻ ഇപ്പോൾ തൈര് എടുത്തു. ഇപ്പോൾ നമുക്ക് ഇതിന് ഞാൻ എടുക്കാം കടലമാവ് കൂടി സെയിം ക്വാണ്ടിറ്റി നമുക്ക് എടുക്കണം. സോ ഞാൻ സെയിം ബൗൾ യൂസ് ചെയ്യണേ കുറച്ച് മെഷർമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ നിങ്ങൾ 3 സ്പൂണ് മീൻസ് കടലമാവ് എടുത്തു ഞാൻ. സോ 3 സ്പൂൺ നമുക്ക് ഇത് കൂടി വേണം കടലമാവ്. ഈക്വൽ ക്വാണ്ടിറ്റി ഇതിൽ ഇടാം ഞാൻ മിക്സി ജാറിൽ. ഇതിലിടാം. പിന്നെ ഇവിടെ നമ്മുടെ ഇഞ്ചി പിന്നെ പച്ചമുളക് മല്ലിയില കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്തിട്ട്, അത് കൂടി നമുക്ക് ഇതിലിടണം. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇവിടെ ഞാൻ മിക്സി വെക്കണേ. ഇപ്പോൾ ഇത് നമ്മുടെ മിക്സർ ഇതിലേക്ക് എടുത്തു കടലമാവ് പിന്നെ കുറച്ച് തൈര് പിന്നെ ഇഞ്ചി പച്ചമുളക് കുറച്ച് മല്ലിയില ഇതിനൊക്കെ നമുക്ക് കുറച്ച് വെള്ളം ഇടാം. കുറച്ച് 2 കപ്പ് വെള്ളം വേണം നമുക്ക്. പക്ഷേ ഇത് നമ്മുടെ ഇപ്പോൾ മിക്സിയിലേക്ക് അടിക്കാൻ പോണേന്. സോ നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഇടാം, അല്ലെങ്കിൽ ശരിയായിട്ടാവുന്നില്ല. നമുക്ക് ഒരു സ്മൂത്ത് പേസ്റ്റ് വേണം, അത് വേണ്ടിയിട്ടാ. സോ ഞാൻ ഇതിലിപ്പോൾ എടുത്തു, ഒരു പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തു ഇതേക്ക്. ഇപ്പോൾ നമുക്ക് മിക്സിയിലേക്ക് ഇത് അടിച്ചിട്ട് എടുക്കാം മിക്സി ജാറിലേക്ക്. അങ്ങനെ കുറച്ചുകൂടി വെള്ളം ഇടാം. കുറച്ച് സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് നമുക്ക് വേണം. ഒരു പ്രാവശ്യം നോക്കാം നമുക്ക്. നോക്കൂ ഫ്രണ്ട്സ്, നൈസ് പേസ്റ്റ് ആയിണ്ട്. നോക്കൂ നൈസ് പേസ്റ്റ് ആയിണ്ട്. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഞാൻ പറഞ്ഞില്ലേ ഞാൻ 2 കപ്പ് വെള്ളം ഇടാം. സോ 2 കപ്പ് നമുക്ക് വെള്ളം എടുത്തിന് ഇത് കുറച്ച് ഒരു പ്രാവശ്യം പിന്നെ ഞാൻ അടിച്ചിട്ട് എടുക്കാം. സോ എല്ലാം ഇത് മിക്സ് ആവും, നമ്മുടെ വെള്ളം മിക്സ് ആവും, നമ്മുടെ കടലമാവ് പിന്നെ തൈര് കൂടെ ഒരു പ്രാവശ്യം. മതി, മിക്സ് ആയിണ്ടാവും. തുറക്ക നോക്കാം നമുക്ക്. ശരി, നോക്കൂ നൈസായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിനേക്ക് എങ്ങനെ ചട്നിക്ക് ഉണ്ടാക്കാം അത് ഷെയർ ചെയ്യും ഞാൻ. സോ നിങ്ങളുടെ ഫുൾ വീഡിയോ നോക്കൂ. ബേസിക്കലി ഫ്രണ്ട്സ്, ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന പോലെ കടലമാവ് ചട്നി. ഇതിന് കുറച്ച് ഗുജറാത്തി സ്റ്റൈൽ ഇതാണ്. സോ അതിനെ കുറച്ച് നമുക്ക് മധുരം പുളി എരിവ് അതൊക്കെ എല്ലാം ഉണ്ടാവും ഇതിനേക്ക്. സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടം, നിങ്ങളുടെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യണം. സോ ഇപ്പൊ നമുക്ക് ഗ്യാസ് കത്തിക്കാം, പിന്നെ ഒരു കടായി വെക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ മതി, കുറച്ച് 2 സ്പൂൺ നമുക്ക് എണ്ണ ഒഴിക്കാം. മതി, കുറച്ച് എണ്ണ മതി നമുക്ക് ഇതിനേക്ക്. സോ ഇപ്പൊ ഇത് എണ്ണ നൈസായിട്ട് കുറച്ച് ചൂടാവണം നമ്മുടെ.
സോ ഫ്രണ്ട്സ് നമ്മുടെ എണ്ണ നൈസായിട്ട് ചൂടായിണ്ട്. കുറച്ച് സ്ലോ ചെയ്യാം, നല്ല ചൂടായി എനിക്ക് തോന്നുന്നു. ഇതിലേക്ക് നമുക്ക് തന്നെ ഇപ്പോൾ കുറച്ച് കടുക് ഇടാം. കടുക് കുറച്ച് പൊട്ടിച്ചിട്ട് നമുക്ക് എടുക്കണം. ഫാസ്റ്റ് ആക്കി ഞാൻ കുറച്ച് ഫ്ലെയിം. നൈസായിട്ട് അത് കുറച്ച് നമ്മുടെ കടുക് ഉണ്ടേന അത് കുറച്ച് തടത്തടാവണം നൈസ്. കടുക് പൊട്ടിച്ചു. ഇപ്പൊ ഇതിൽ നമുക്ക് തന്നെ ഇത് കായം പൊടി ഉണ്ടേന കായം പൊടി കുറച്ച് ഒരു പിഞ്ച് ഇടാം. പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി നമുക്ക് ഇടണം, ഒരു പിഞ്ച്. നിങ്ങൾക്ക് മഞ്ഞ കളർ വേണമെങ്കിൽ കുറച്ച് ഇടണം അത്. പിന്നെ നൈസായിട്ട് കുറച്ച് ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ മിക്സർ ഇവിടെ റെഡി ആക്കണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് ഇതിൽ ഇടണം. പിന്നെ ഇത് ഒരു പ്രാവശ്യം ഇളക്കി കൊടുക്കണം. കുറച്ചിന ഹൈ ഫ്ലെയിമിൽ നമുക്ക് വെക്കണം, കുറച്ച് ഒരു വേവ് ആവും നേരെ. പിന്നെ ഞാൻ കറിവേപ്പില മറന്നുപോയി. കറിവേപ്പില ഇടാം നമുക്ക്. തടിക്കലേക്ക് ഇടണം കറിവേപ്പില, പക്ഷെ ഞാൻ മറന്നുപോയി. സോ ഞാൻ അങ്ങനെ മുകളിൽ എടുത്തു, അത് കുഴപ്പമില്ല. കുറച്ച് ഹൈ ഫ്ലെയിമിൽ നമുക്ക് അങ്ങനെ വെച്ചിട്ടാണ് കുറച്ച് ഒരു വേവ് ആയ ശേഷം നമുക്ക് ഇത് സ്ലോയിൽ ഫ്ലെയിമിൽ ചെയ്യണം. ഇതിപ്പോ ഞാൻ കുറച്ച് കടല മാവ് പിന്നെ തൈരന മിക്സിയിലേക്ക് അടിച്ചിട്ട് എടുത്തുന അത് കുറച്ച് ഈസി വേ ആണ്. ചിലരന അങ്ങനെ അത് ഹാത്ത് സേ करके लेते, कैसे बोलेंगे, കൈ ഉണ്ടിനെ അത് ചെയ്തിട്ട് എടുക്കും. പക്ഷെ ഞാൻ കുറച്ച് ഈസി ആവാൻ വേണ്ടിയിട്ടാണ് മിക്സി ജാറിലേക്ക് എടുത്ത് അത് ഒരു പേസ്റ്റ്, സ്മൂത്ത് പേസ്റ്റ് പെട്ടെന്ന് ആവുന്ന നമ്മുടെ അത് വേണ്ടിയിട്ടാ. ഇത് കുറച്ച് ചൂടാവണം, കുറച്ച് ഇളക്കി കൊടുക്കണം നമുക്ക്, അല്ലെങ്കിൽ അത് മീൻസ് അടിയിൽ പിടിക്കും, അത് വേണ്ടിട്ടാ. സോ നോക്കൂ, ഒരു വേവ് ഇപ്പോ വന്നു ഇതില്, ഒരു വേവ് നോക്കൂ. സോ ഇപ്പൊ ഞാൻ ഫ്ലെയിം സ്ലോയില് ചെയ്യാം. പിന്നെ ഇതില് ഇപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് ഇടാം നമുക്ക്. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിന് ഇതിൽ ഇടണം. പിന്നെ കുറച്ച് പഞ്ചസാര കുറച്ച് മതി, ഒരു ടീസ്പൂൺ, ഹാഫ് ടീസ്പൂൺ മതി, കുറച്ച് മതി. പിന്നെ കുറച്ച് മുളക് പൊടി. നമ്മുടെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, പക്ഷേ കുറച്ച് മുളക് പൊടി ഇടാം നമുക്ക്, കുറച്ച് മതി. ഇപ്പോൾ നമുക്ക് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുറച്ച് 5-6 മിനിറ്റ് നമുക്ക് ഇത് കുറച്ച് വെന്തിക്കണം, കുക്ക് ചെയ്യണം. അല്ലെങ്കിൽ അത് കുറച്ച് പച്ച ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ കടല മാവിടെ, അത് പോവാൻ വേണ്ടിയിട്ടാ. അങ്ങനെ ഇളക്കി കൊടുത്ത് നമുക്ക് വെക്കാം. മീൻസ് കുറച്ച് മിനിറ്റിന് തന്നെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ സ്റ്റിക്കാവും. സോ കുറച്ച് 5-6 മിനിറ്റ് നമുക്ക് ഇത് ഇപ്പോൾ നൈസായിട്ട് കുക്ക് ചെയ്യാനാണ്, ഇളക്കി കൊടുത്ത്. പിന്നെ ഇതിൽ നമ്മുടെ കുറച്ച് സോ ഫ്രണ്ട്സ്, ഇതിന് ഞാൻ കുറച്ചുകൂടി വെള്ളം ഇടാം. ഇപ്പോൾ ഇതിന് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എത്ര വേണം. എനിക്ക് തോന്നുന്നു ഇത് കൂടുതൽ കട്ടിയാണ്, സോ ഞാൻ അത് വേണ്ടിട്ടാ കുറച്ച് വെള്ളം ഇതിൽ എടുത്തു. ശരിക്കായിട്ട് നമുക്ക് 2 കപ്പ് വേണം, ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് 1.5 ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് എടുത്തു ഞാനിതില്. ഇപ്പൊ ഇതന്നെ നമുക്ക് ഇളക്കി കൊടുത്ത് കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ 5-6 മിനിറ്റ് നമുക്ക് ഇത് വേവിക്കണം.
ഫ്രണ്ട്സ്, പിന്നെ ഇതിന്റെ കൺസിസ്റ്റൻസിന നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് കുറച്ച് കട്ടിയായിട്ട് വേണമെങ്കിൽ കുറച്ച് കട്ടിയായിട്ട് വെക്കണം, അല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ട് മീൻസ് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ ഇടണം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇതിൽ എനിക്ക് തോന്നിയത് കുറച്ച് കട്ടിയായി, സോ അത് വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം എടുത്തു. നമ്മുടെ കടലമാവ് എടുത്തിട്ടുണ്ടേന അത് കുറച്ച് കഴിഞ്ഞിട്ട് അതിന് കട്ടിയാവും, അത് വേണ്ടിയിട്ടാ. അത് നോക്കിയിട്ട് നിങ്ങളുടെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം വെള്ളം. ഇത് നമുക്ക് അങ്ങനെ നോക്കൂ, അടയ്ക്കണ കുറച്ച് അലക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും, അടിയിലെപ്പിടിക്കും. നിങ്ങളുടെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. കുറച്ച് അങ്ങനെ നോക്കൂ, കട്ടിയായിട്ടായിട്ട് സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വെച്ചിട്ട് ഇത് കുറച്ച് ഇപ്പോൾ കുക്ക് ചെയ്യണം. സോ ഫ്രണ്ട്സ്, ഇത് കടി ഞാൻ ഇത് നമ്മുടെ ചട്നി ഉണ്ടേന അത് ഞാൻ കുറച്ച് 7 മിനിറ്റ് നൈസായിട്ട് കുറച്ച് കുക്ക് ചെയ്തു. പിന്നെ നമുക്ക് കുറച്ച് അങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ട് നോക്കണം. ഞാൻ ടേസ്റ്റ് ചെയ്തു, എല്ലാം ശരിയാണ്. കുറച്ചിന് അങ്ങനെ കുറച്ച് ടേസ്റ്റ് ചെയ്യണം. ചിലപ്പോൾ അങ്ങനെ ഉപ്പ് അല്ലെങ്കിൽ എരിവ് അതൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഇടണം. ഇത് ശരിയാണ്, ഞാൻ ടേസ്റ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. പിന്നെ ഇത് നമ്മുടെ മല്ലിയെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കുറച്ച് അങ്ങനെ നമുക്ക് ഗാർണിഷ് ചെയ്യണം. ഇത് നോക്കൂ, ഇത് നമ്മുടെ കടി റെഡി ആയിട്ടുണ്ട്. ഒരു ടൈപ്പിനെ നമ്മുടെ കടലമാവ് ചട്നി പറയണേ, പക്ഷെ ഇത് കടി പോലെയാണ്. ഗുജറാത്തി കടി, ഗുജറാത്തി ഉണ്ടേന, ഗുജറാത്തീസ്ന ഇത് മാത്രമേ കടി ഉണ്ടാക്കും. കുറച്ച് ചോറ് കൂടെ കഴിക്കാൻ വേണ്ടിട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഇത് ടേസ്റ്റ് ഉണ്ട് ഇത്. സോ നമുക്ക് കുറച്ച് സെർവ് ചെയ്യാം. നോക്കൂ ഫ്രണ്ട്സ്, നല്ല ഒരു സിമ്പിൾ ആയിട്ട് നമ്മുടെ ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കി. ഇത് ഇപ്പോൾ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറ്, ചപ്പാത്തി അല്ലെങ്കിൽ ഭജ്ജി, ദോശ അതൊക്കെ കൂടി ഇത് ഒരു സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. സോ നോക്കൂ ഫ്രണ്ട്സ്, നമ്മുടെ നല്ല കടലമാവ് ഒരു ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഇത് കടി കൂടി പറയാം, ഗുജറാത്തി കടിയാണ് ഇത്. നിങ്ങൾക്ക് ഇഷ്ടമാവും, ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റ് ആണ്. സോ നോക്കൂ ഫ്രണ്ട്സ്, നമ്മുടെ കടി ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. നോക്കൂ, കുറച്ച് കട്ടിയായിട്ട് തന്നെ ആണ്. കുറച്ച് ഇരുന്നിട്ട് തന്നെ ഇത് കുറച്ചുകൂടി കട്ടിയാവും. സോ അത് തന്നെ നിങ്ങളുടെ ഇത് നോക്കിയിട്ട് നിങ്ങളുടെ കുറച്ച് ഉണ്ടാക്കണം, കുറച്ച് ടേസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് ചോറുക്ക് സമയമാണ്, സോ അങ്ങനെ വെറുതെ കുറച്ച് കഴിക്കാം. നല്ല ചൂടുണ്ട്, ഇപ്പൊ തന്നെ നമ്മുടെ ഗ്യാസിലേക്ക് മാറ്റി വെച്ചുന. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇത് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും ഫ്രണ്ട്സ്, ഇതന്നെ കുറച്ച് നമ്മുടെ മൂറ് കാച്ചൽ ചെയ്യുന്നില്ലേ, മൂറ് കാച്ചൽ അതേപോലെയാണ് ഇത്. പക്ഷെ ഇതിലേക്ക് നമ്മുടെ കുറച്ച് കടലമാവ് എടുത്തു നമ്മ, അതന്നെ കുറച്ച് ഡിഫറൻസ് ആണ്. കുറച്ച് കടലമാവ് എടുത്തു, പിന്നെ അത് കടലമാവ് ഉണ്ടെങ്കിൽ അത് കുറച്ച് നൈസായിട്ട് കുക്ക് ആവണം, അല്ലെങ്കിൽ അതിന് പച്ച ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഇത്ര ഇഷ്ടാവുന്നില്ല നിങ്ങൾക്ക്. സോ അത് നിങ്ങൾ കുറച്ച് നോക്കണം. കുറച്ച് 5-7 മിനിറ്റ് വേണമെങ്കിൽ കുറച്ച് 10 മിനിറ്റ് കുറച്ച് കുക്ക് ചെയ്യണം. 10 മിനിറ്റിനുള്ളിൽ ഇത് കുക്കാവും. സോ അങ്ങനെ ഇതിനേക്ക് വെന്ത് കിട്ടണം. അങ്ങനെ ഒരു ടേസ്റ്റി കടി റെഡിയാവും. പിന്നെ പുളി നിങ്ങളുടെ ഇഷ്ടമാണ്. കുറച്ച് പുളിത്തൈര് വേണമെങ്കിൽ കുറച്ച് പുളിത്തൈര് എടുക്കാം, അല്ലെങ്കിൽ സാദാ തൈര് വേണമെങ്കിൽ സാദാ തൈര് എടുക്കാം. നമ്മ പുളി വാലേക്ക് മൂറ് പോലത്തെ അത് സെയിം ആണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. സോ ഇത് നോക്കൂ, ഇപ്പൊ ഇത് ചോറ് കൂടെ ഇപ്പോൾ എൻ്റെ സൈഡ് ഡിഷ് ആയിട്ടായി, നല്ല ടേസ്റ്റ് ആയി. അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്യൂ. പിന്നെ എങ്ങനെയായിൻ്റെ എനിക്ക് കമന്റ് ചെയ്തിട്ട് പറയൂ. പിന്നെ ഇവിടെ നോക്കൂ ഫ്രണ്ട്സ്, ആരാണ് ഇത്? ഡൂഡ്. കുറെ ദിവസം ശേഷം നമ്മുടെ ഡൂഡ് വീട്ടിൽ വന്നു. ഡൂഡ് ഇപ്പോ കുറച്ച് ഇവിടെ അവിടേക്ക് കരിങ്കും, കൂടുതലോ വീട്ടില് വരില്ല. ഡൂഡ് എന്താ? ഞാൻ ഇരിക്കുന്ന, സോ അതന്നെ അവൻ കൂടി വന്നു എൻ്റെ അടുത്ത് ഡൂഡ്. പിന്നെ അവിടെ നോക്കൂ, അവിടെ നമ്മുടെ കുഞ്ഞി ബിസിയാണ് കുറച്ച്. ഡൂഡ് എവിടെയായിരുന്നു നീ? ഡൂഡിക്ക് നല്ല സ്നേഹമാണ് നമ്മുടെ ഡൂഡിക്ക്. ഡൂഡ് പിന്നെ അവിടെ നോക്കൂ, കുഞ്ഞിക്കുടി വന്നു ഡൂഡിക്ക് കണ്ടിട്ട്. ഇത് ഡൂഡ് കുഞ്ഞിയുടെ അമ്മ ആണ്, പക്ഷെ ഇപ്പോ കുഞ്ഞി വലുതായി. ഡൂഡ് ഇപ്പോ
കുറച്ച് വയസ്സായി നമ്മുടെ ഡൂഡിക്ക്. നാ ഡൂഡേ ഡൂഡി ഡൂഡി. ഇപ്പോൾ അവിടെ നോക്കൂ ഫ്രണ്ട്സ്, അവിടെ ഒരു പട്ട വീണിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല എന്നെ കാട്ടുണ്ടായിരുന്നു കുറച്ച്. സോ അതിന് കുറച്ച് പട്ട അടിയിൽ വീണ് പോയി. നോക്കൂ, ഇപ്പോൾ ഇത് മാറ്റി വെക്കണം. മാറ്റി വെക്കാം. പിന്നെ ഇവിടെ നമ്മുടെ കുഞ്ഞി വന്നു. കുഞ്ഞിയല്ല, കുട്ടീസ്. എന്താ കുട്ടീസ്? കുട്ടീസ്. പിന്നെ ഫ്രണ്ട്സ്, ഞാനിപ്പോ പുറത്ത് വന്നു. കുറച്ച് എൻ്റെ കുക്കിംഗ് ആയിനാ. ഞാനിപ്പോ ഈ സമയം കുറച്ച് ചൂട് കൂടുതലാണ്. സോ അത് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വേഗം കുക്ക് ചെയ്യും. എൻ്റെ അത് പനി കഴിഞ്ഞാവും നമ്മുടെ കിച്ചണിലേക്ക്. പിന്നെ കുറച്ച് പുറത്ത് നമുക്ക് ഇരിക്കാം, കുറച്ച് ഫ്രഷ് എയർ നമുക്ക് കിട്ടും നമ്മൾ. പിന്നെ ഞാൻ നമ്മുടെ വേറെ പനി ഞാൻ ചെയ്യും. അങ്ങനെ ചെയ്യാൻ ഞാൻ കുറച്ച് ചൂട് കൂടുതലാണ്. സോ ഞാൻ കുറച്ച് വേഗം ഉണ്ടാക്കിയിട്ട് എല്ലാം എൻ്റെ പനി അത് ഫുൾ ഫിനിഷ് ആക്കിയിട്ട് വെക്കും. അങ്ങനെയാണ്. നിങ്ങളുടെ എങ്ങനെ ചെയ്യണേ നിങ്ങളെ പ്ലീസ് കമൻറ്റ് ചെയ്തിട്ട് ഷെയർ ചെയ്യൂ. പിന്നെ നിങ്ങളുടെ ചിലപ്പോൾ ഇത് കറി അല്ലെങ്കിൽ ചട്നിയുടെ ഒരു റെസിപ്പി എൻ്റെ കൂടെ ഷെയർ ചെയ്യൂ. കമൻറ്റിലേക്ക് കുറച്ച് കമൻറ്റ് ചെയ്യൂ. ഞാൻ അത് ഉണ്ടാക്കിയിട്ട് നോക്കാം. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, അത് കൂടി കുറച്ച് നിങ്ങൾ കുറച്ച് ഫോളോ ചെയ്യൂ. പിന്നെ ഒരു ഹിപ്പി ആപ്പ് ഉണ്ട്, അത് കൂടി നിങ്ങൾ കുറച്ച് എനിക്ക് ഫോളോ ചെയ്യൂ. കുറച്ച് അങ്ങനെ എൻ്റെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീൽസ്, ഹിപ്പിലേക്ക് കുറച്ച് നമ്മുടെ റീൽസിനെ ഇടും. സോ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ കുറച്ച് ഫോട്ടോസ് നമ്മുടെ എടുക്കുമ്പോൾ അതിന് നിങ്ങൾക്ക് അതന്നെ കാണാൻ പറ്റും. യൂട്യൂബിലേക്ക് എത്ര നിങ്ങൾക്ക് അത് കുറച്ച് ഇൻസ്റ്റൻ്റ് ആയിട്ട് അത് നമ്മൾ ഷെയർ ചില സമയം ചെയ്യാൻ പറ്റില്ല. സോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇടും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, ഫോളോ ചെയ്യൂ. സോ നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മുടെ അപ്ഡേറ്റ്സ് കിട്ടും, കുറച്ച് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അങ്ങനെയാണ് ഫ്രണ്ട്സ്. പിന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ കുറച്ച് എനിക്ക് കമൻറ്റ് ചെയ്തിട്ട് പറയൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു റെസിപ്പി വേണമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. എനിക്ക് ചിലപ്പോൾ അത് അറിയണമെങ്കിൽ ഞാനത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യും. പിന്നെ നിങ്ങളുടെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ അത് കൂടി ഷെയർ ചെയ്യും നിങ്ങളുടെ കൂടെ. സോ പ്ലീസ് നിങ്ങൾ കുറച്ച് കമൻറ്റ് ചെയ്യൂ. പിന്നെ ഇപ്പോൾ 5K സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വേണം. കുറച്ച് നമ്മുടെ 2K സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ കുറച്ച് സമയം ആയി. സോ ഇപ്പോൾ എൻ്റെ ടാർഗറ്റ് 5K സബ്സ്ക്രൈബേഴ്സ് ആണ്. സോ നിങ്ങൾ കുറച്ച് അത് സബ്സ്ക്രൈബ് ചെയ്യൂ എൻ്റെ ചാനൽ. ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ കുറച്ച് ഷെയർ ചെയ്യൂ എൻ്റെ വീഡിയോ. സോ എൻ്റെ 5K സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ സപ്പോർട്ടിനെ അത് ഫുൾ മീൻസ് റിച്ച് ആവും. അത് വേണ്ടിയിട്ടാണ്. പിന്നെ അങ്ങനെ നമ്മുടെ ദിവസം നമ്മുടെ വീട്ടിൽ എന്താ ഉണ്ടാക്കും അതിന് ഷെയർ ചെയ്യാൻ തന്നെയാണ്. പിന്നെ കുറച്ച് നമ്മുടെ ഡെയിലി റൂട്ടീനിലേക്ക് ഞാൻ എന്താ ചെയ്യണേ അതൊക്കെ ഷെയർ ചെയ്യണേ നമ്മുടെ ഡെയിലി വ്ളോഗായിട്ട് ഞാൻ ഉണ്ടാക്കണേ. സോ അങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പ്ലീസ് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് അത് ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ. നമുക്ക് പിന്നെ കാണാം. ടാറ്റ, ബൈ ബൈ. പിന്നെ എനിക്ക് ഓർമ്മ വന്നു, ഞാൻ നിങ്ങളുടെ കൂടെ ഗുജറാത്തി ढोकला, लौकी का ढोकला, മുഠിയ അതൊക്കെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പോയിട്ട് നോക്കൂ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വീഡിയോ ലിങ്ക് ഇടാം. പിന്നെ കുറച്ച് ഞാൻ UP കാരിയാണ്. സോ ഞാൻ ഫാറ കൂടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ട്രഡീഷണൽ ഡിഷ് നോർത്ത് ഇന്ത്യൻ ഫുഡ് കുറച്ചുകൂടി ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇടാം. നിങ്ങൾ പോയിട്ട് നോക്കും. ഒരു പ്രശ്നം ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കാം. നല്ല കുറച്ച് സിമ്പിൾ തന്നെ വീഡിയോ ആണ്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും. സോ അതിന് ഇപ്പോൾ വീഡിയോ എൻഡ് ചെയ്യാം. നമുക്ക് പിന്നെ കാണാം. ടാറ്റ, ബൈ ബൈ. ടാറ്റ. പിന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ. നമുക്ക് പിന്നെ കാണാം. ടാറ്റ, ബൈ ബൈ. ടാറ്റ.